നാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നാം കണ്ടു പൗലോസ് അപ്പോസ്തലൻ ചെല്ലുന്നിടത്തെല്ലാം, ശീലാസുമുണ്ട് കൂടെ, ചെല്ലുന്നിടത്തെല്ലാം വചനം കേട്ടു, അനേകർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ചില അത്ഭുതങ്ങളൊക്കെ അവിടെ നടന്നു, അനേകർ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ താമസിയാതെ അവിടെ മറ്റുള്ളവർ വന്ന് കലഹമുണ്ടാക്കുകയും പൗലോസിനെയും ശിലാസിനെയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ കലഹമൊക്കെ ശമിച്ചതിന് ശേഷം അവർ യാത്ര പുറപ്പെട്ട് മക്കതോനിക്ക് പുറപ്പെട്ടു പോയി. പൗലോസും ശീലാസും അതിനുശേഷം ഫിലിപ്പിയിലെത്തി. ഫിലിപ്പിയിൽ നിന്ന് അവർ പൗലോസും ശീലാസും ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിലെത്തി. അപ്പോൾ ത്രോവാസിൽ വെച്ച് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ അവർ അപ്പം നുറുക്കുവാനായിട്ട് ഒന്നിച്ചുകൂടി. നമുക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവർ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒന്നിച്ചു കൂടുന്നതായിട്ട് നമുക്ക് അതൊരു ചരിത്ര സംഭവമായിട്ട് നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലനും മറ്റുള്ള ജനവും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവർ അപ്പം നുറുക്കുവാനായിട്ട് കൂടി വന്നു. അപ്പോൾ പൗലോസ് പിറ്റേ ദിവസം പൗലോസിന് അവിടെ നിന്ന് പോകണം. അപ്പോൾ പിറ്റേ ദിവസം പോകുന്നത് കൊണ്ട് അപ്പോൾ കുറച്ച് സമയമുള്ള ദൈവവചനം പ്രസംഗിക്കുവാനെന്ന് പൗലോസ് മനസ്സിലാക്കി. അവിടുത്തെ ജനവും മനസ്സിലാക്കിയതുകൊണ്ട് അവർ പ്രസംഗം പാതിര വരെ നീട്ടി. നമുക്ക് ഒരു 10 മിനിറ്റ് നീട്ടിക്കഴിഞ്ഞാൽ, പ്രസംഗം 10 മിനിറ്റ് നീട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. വാച്ച് നോക്കുന്നു, അസ്വസ്ഥതയാകുന്നു. ചിലരൊക്കെ ഇറങ്ങി പയ്യെ അങ്ങ് പോകാനായിട്ട് നോക്കും. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൂട്ടിപ്പോയാൽ അപ്പോഴത്തേക്കും പുറൂറുപ്പ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ദൈവവചനത്തോടുള്ള ആർത്തി അവർക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ത്രോവാസിലുള്ള ജനങ്ങൾക്ക് ദൈവവചനത്തോടുള്ള ആർത്തി, കോരപുത്രന്മാർ പറയുന്നത് പോലെ ദൈവവചനത്തിനോടുള്ള ഒരു മാൻ നീർത്തോടുകളിലേക്ക് വെള്ളത്തിനായിട്ട് പോകുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ദൈവവചനം എന്ന് നമുക്ക് കോരപുത്രന്മാർ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെയുള്ള ആ ഒരു ആഗ്രഹമായിരുന്നു ആദ്യ സമയത്ത് വിശ്വാസികൾക്കുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നമുക്ക് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ആ അനുഭവം നമുക്കുണ്ടോ? അതോ കേൾക്കണമെങ്കിൽ കേൾക്കണം, അങ്ങനെ കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്വല്പം മാറി പോയി കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടമില്ലാതെയും നമുക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് ആ മീറ്റിംഗ് അങ്ങ് തീരണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അല്ല എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദാവീദ് പറയുന്ന പോലെ, ദാവീദിൻ്റെ ആഗ്രഹം പോലെ, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു തൊണ്ടയിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും അത് വലിയതാണ്. അതുപോലെ രാജാവാണ്, ആ രാജാവ് പറയാണ്, അതുപോലെയാണ് ഞാൻ ദൈവവചനത്തെ ആഗ്രഹിക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നതും അതുപോലെ ഒരവസ്ഥയാണ് എന്നുള്ളത് നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ത്രോവാസിൽ അവർ ജനം വന്നുകൂടി. അവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ അവർ കൂടി വന്നപ്പോൾ പാതിര വരെ പൗലോസ് പ്രസംഗം നീട്ടി. എല്ലാവരും സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ യൂത്തിക്കോസ് എന്ന യവനക്കാരൻ ഉറങ്ങി കിളിവാതിൽ കൂടെ താഴെ വീണു. അവനെ മരിച്ചവനായിട്ട് എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്നു അവൻ്റെ മേൽ വീണു തഴുകി, ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി എന്ന് കാണാനായിട്ട് സാധിക്കും. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം സന്തോഷിച്ചു. അങ്ങനെ മരിച്ച ഒരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് പൗലോസിന് സാധിച്ചു. പൗലോസിന് കർത്താവിൽ കൂടെ, കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ ശക്തിയാൽ പൗലോസിൽ കൂടെ ആ മരിച്ച യൂത്തിക്കോസ്
അവന് ജീവൻ തിരിച്ചു വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നെന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ അവർ സഞ്ചരിച്ചിട്ട് ആശയിലെത്തി. പൗലോസ് പറഞ്ഞു, യെരുശലേമിലേക്ക് പോകണം, എന്നെ ആത്മാവ് യെരുശലേമിലേക്ക് എന്നോട് പോകുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്നോട് യെരുശലേമിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ എനിക്ക് കഷ്ടങ്ങളും പ്രശ്നങ്ങളും കണ്ണുനീരും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ അങ്ങോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. പൗലോസ് പറയാണ്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് എന്ത് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണെങ്കിലും പൗലോസ് കർത്താവ് പറഞ്ഞു അതുപോലെ അനുസരിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാനായിട്ട്. കർത്താവ് എന്തു പറഞ്ഞു? അബ്രഹാമിനോട് പറഞ്ഞു, ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കുവാൻ പറഞ്ഞപ്പോൾ അവൻ വിശ്വാസത്താൽ യാഗം കഴിച്ചു. അതുപോലെയാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, നിനക്ക് അവിടെ കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്, അവിടെ നിനക്ക് ചില കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പറയുന്നുണ്ട്. എന്നിട്ടും അവൻ പോവുകയാണ്. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം കാണുന്നത്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണം എന്നേ എനിക്കുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് അവരോട് പറയാണ്, ചിലപ്പോൾ എനിക്കിനി നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുകയില്ല, ഞാൻ പോവുകയാണ്, നിങ്ങളെ കാണുവാനായിട്ട് ചിലപ്പോൾ എനിക്ക് ഇനി തിരിച്ചു വന്ന് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പൗലോസ് അവരോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ലെന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്ര അയച്ചു. അതെ, പ്രശ്നങ്ങളുണ്ടാകും, മരണമുണ്ടാകും, കഷ്ടതകളുണ്ടാകും എന്നറിഞ്ഞിട്ടും പൗലോസ് പിന്തിരിയാതെ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എന്തു പറഞ്ഞുവോ അത് പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, പൗലോസ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ദൈവത്തെ ആരാധിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും അത് കേൾക്കുന്ന സന്തോഷത്തോടുകൂടെ രാത്രി മുഴുവൻ പ്രസംഗിക്കുന്ന, ദൈവത്തിൻ്റെ വചനം പറയുന്ന പൗലോസിനെയും അത് കേൾക്കുന്ന ജനത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞോ അതനുസരിച്ചുകൊണ്ട് പോകുന്ന പൗലോസിനെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, കഷ്ടത സാരമില്ല എന്ന് എണ്ണുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം പൗലോസിനറിയാമായിരുന്നു ദൈവം തന്നോട് കൂടെയുണ്ട് എന്നുള്ളത്. അങ്ങനെ പൗലോസിനെ അവരെല്ലാവരും കൂടെ അവനെ കപ്പലോളം അവനോടുകൂടെ വന്നു അവനെ യാത്ര അയച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ പൗലോസിനോട് ദുഃഖത്തോടു കൂടിയാണ്. കാരണം ഇനി കാണുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു പ്രയാസത്തോടു കൂടിയാണ് അവനെ യാത്ര അയച്ചത്. പിന്നീട് പൗലോസും ശീലാസും കൈസരിലെത്തി. അവിടെ സുവിശേഷനായ ഫിലിപ്പോസിന് പ്രവചിക്കുന്ന 4 പുത്രന്മാരുണ്ടായിരുന്നു. പൗലോസ് അവിടെ ചെന്ന് അവിടെ താമസിക്കുമ്പോൾ അഗബോസ് എന്ന പ്രവാചകൻ വന്നു. അവൻ പറഞ്ഞു, പൗലോസിനെ യഹൂദയിൽ വെച്ച് പിടിച്ച് അവനെ ജാതികൾക്ക് കൊടുക്കും എന്ന പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ആദ്യം പൗലോസിനോട് പറഞ്ഞു, വീണ്ടും അഗബോസ് പറയുന്നു. ഇവരെല്ലാവരും നിർബന്ധിച്ച് പൗലോസിനോട് യെരുശലേമിലേക്ക് പോകരുതെന്ന് എല്ലാവരും പറഞ്ഞുവെങ്കിലും പൗലോസ് സമ്മതിച്ചില്ല. എല്ലാവരും കരഞ്ഞ് അവനെ യാത്ര അയച്ചു. അങ്ങനെ അവിടെ നിന്ന് അവൻ യെരുശലേമിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ യെരുശലേമിൽ പൗലോസ് എത്തി. സഹോദരന്മാർ പൗലോസിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പൗലോസിൻ്റെ ജീവിതം ഇനി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ അവിടെ വീണ്ടും ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവത്തിൻ്റെ വഴി അനുസരിച്ച് നടക്കുന്ന, ദൈവത്തിൻ്റെ ഹിതപ്രകാരം പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ച് സഞ്ചരിക്കുന്ന നമുക്ക് പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ, കഷ്ടതകൾ, ദുഃഖങ്ങൾ വന്നാലും ദൈവാത്മാവ് എന്ത് പറയുന്നോ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നോ അതനുസരിച്ച് ജീവിപ്പാൻ, കർത്താവിന് ഹിതമായിട്ട് ജീവിപ്പാൻ, വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.